ഏട്ടാ ഏട്ടാ നമ്മുടെ കുഞ്ഞ് നമ്മുടെ മോൻ എല്ലാം ദൈവീ കടാക്ഷം. അമ്മയും കുഞ്ഞിനെയും ഒരു പോറിലും ഏൽപ്പിക്കാതെ തന്നല്ലോ. ഇവൻ ആരെ പോലെ ഏട്ടാ? അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ? അമ്മയെ മുറിച്ചു വച്ചതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെ. ആൺകുട്ടിയാണെങ്കിൽ അച്ഛനെ പോലെ ആയിരിക്കണം എന്നായിരുന്നു എനിക്ക്. പെൺകുട്ടിയാണെങ്കിൽ എന്നെ പോലെ. ഇപ്പൊ എന്താ കുഴപ്പം? ഇവൻ അമ്മയുടെ വകയിലായതുകൊണ്ട് നാളെ അമ്മാവനെ പോലെ ജെന്റിൽമാനായി വളരും. അമ്മാവൻ CI ആണെങ്കിൽ ഇവന് ഞാൻ SP ആക്കും. ഏട്ടാ ദുർഗേച്ചിയുടെ കാര്യം. ദേവി അതും ആൺകുഞ്ഞു തന്നെ ആയിരിക്കണേ. എനിക്ക് ആകെ പേടിയാവുക. ഏട്ടനൊന്ന് അന്വേഷിക്കൂ. ഏയ് എന്തിനാ പേടിക്കുന്നേ? ഇതുവരെ എല്ലാം ഭംഗിയായി നടന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നീ സമാധാനമായിട്ടിരിക്കെ, ഞാൻ നോക്കിയിട്ട് വരാം. ഡോക്ടർ, ദുർഗേച്ചി സിസേറിയൻ കഴിഞ്ഞു. ദുർഗയ്ക്ക് പെൺകുഞ്ഞ. കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരും. പെൺകുഞ്ഞാണെന്ന് ദുർഗേച്ചിക്ക് അറിയോ? ഇല്ല, പൂർണ്ണമായി മയങ്ങുന്നത് വരെ ആൺകുഞ്ഞ് വേണോന്ന് എന്നെ പറഞ്ഞോണ്ടിരുന്നു. ഉണർന്നാല് അവര് ബഹളം ഉണ്ടാക്കാതെ നോക്കണം. സിസേറിയൻ കഴിഞ്ഞ പേഷ്യന്റ്. ഡോക്ടർ എന്തു പറഞ്ഞ ഞങ്ങള് ചേച്ചിയെ? ദുർഗേച്ചിയുടെ ഭാഷ എത്രമാത്രമാണെന്ന് ഡോക്ടർക്കും അറിയാലോ. എന്നുവെച്ച് പെൺകുട്ടിയെ ആൺകുട്ടിയാക്കാൻ പറ്റുമോ? യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ദുർഗയ്ക്ക് പറ്റണം. ആണായാലും പെണ്ണായാലും ആദ്യത്തെ കൺമണിയുടെ മുഖം കാണുമ്പോ തന്നെ ഏതൊരമ്മയും ബാക്കിയൊക്കെ മറക്കും. ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത്. ഹലോ, എന്താ ജയ? ഞാനിപ്പോഴൊന്ന് ഫ്രീ ആയത്. പ്രിയയും ദുർഗേച്ചിയും പ്രസവിച്ചു. ഈശ്വര, രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? രണ്ടുപേർക്കും ആൺകുട്ടികൾ തന്നെയല്ലേ ജയ? എന്താ ജയ ഒന്നും മിണ്ടാത്തെ? എന്താണെങ്കിലും എന്നോട് പറ. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഫലിച്ചു കേട്ടാ. മോളെ, ദുർഗേച്ചിക്ക് ആൺകുഞ്ഞു തന്നെയാ. എനിക്ക് പെൺകുഞ്ഞു. ഏട്ടൻ വേഗം വാ, മോനെ കാണാം. ഓക്കെ.
ഞാനങ്ങനെ പറഞ്ഞത് ചേട്ടന് വിഷമായോ? ഇല്ല, നിന്നോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നുന്നത് ഒരു സ്ത്രീയും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത ത്യാഗമാണ് നീ ചെയ്യുന്നത്. മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ലല്ലോ. അതാ ദുർഗേച്ചിയെ വിശ്വസിപ്പിക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. അതിനുവേണ്ടി നീ ഇപ്പോഴേ ചെയ്ത ത്യാഗത്തിന് മുന്നിൽ സല്യൂട്ട് ചെയ്യാനാ എനിക്ക് തോന്നുന്നത്. ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നീ കാണിച്ച ബുദ്ധിയെ ഞാൻ അംഗീകരിക്കുന്നു. ദുർഗേച്ചിക്ക് ചേട്ടനും സമാധാനം ഉണ്ടാവണം. അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അതെ, നമ്മൾ രണ്ടുപേരും എന്നും ആഗ്രഹിച്ചിട്ടുള്ളതും അതല്ലേ. എന്താ നിങ്ങളീ കാണിക്കുന്നത്? ദുർഗയെ പറഞ്ഞു തിരുത്തേണ്ട പ്രസാദിനെ കൂടി പ്രിയ എന്തിനാ ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? ആൺകുഞ്ഞല്ല ജനിച്ചതെന്ന് അറിഞ്ഞാൽ എന്റെ ഏട്ടനും തകർന്നു പോകും ഡോക്ടർ. ഏട്ടനും പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ദുർഗേച്ചിക്ക് എന്ത് സംഭവിക്കുന്നു ഓർത്തിട്ട്. പക്ഷെ പ്രിയ, പ്രസാദ് ഇവിടെ വന്ന സത്യം അറിഞ്ഞല്ലേ പറ്റൂ. അറിയരുത്. തൽക്കാലം ഏട്ടനും ദുർഗേച്ചി അവർക്ക് ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് കരുതിക്കോട്ടെ. അവരുടെ പെൺകുഞ്ഞിനെ ഇങ്ങോട്ടെടുത്ത് നമുക്ക് നമുക്ക് നമ്മുടെ ആൺകുഞ്ഞിനെ അവിടെ കിടത്താം. നോ, ഞാൻ സമ്മതിക്കില്ല. ഡോക്ടർ, ഇതൊന്നും ഇവിടെ നടക്കില്ല. വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനം ഇത്. ഡോക്ടർ, നിങ്ങൾക്ക് ഒരു ദോഷവും ഞങ്ങൾ വരുത്തില്ല. എന്റെ ചേച്ചിയെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ ഡോക്ടർ? ഈ രണ്ട് കുഞ്ഞുങ്ങളും ഒരേ തറവാട്ടിൽ വളരേണ്ടവരാ. ആർക്ക് ജനിച്ചതായാലും ഞങ്ങളുടെ തറവാട്ടിൽ ഇവർക്ക് ഒരേ സ്ഥാനമാ. ഞങ്ങളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന മക്കളായിരിക്കും ഇവര്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഡോക്ടർ എന്ന നിലയ്ക്ക് ബേബിയുടെ ഡീറ്റെയിൽസ് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരെ സത്യസന്ധമായി അറിയിച്ചേ പറ്റൂ. ഒന്ന് പറയേട്ട, എന്റെ പ്രസാദേട്ടന്റെ കുടുംബം തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയല്ല. ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞ ആ നിമിഷം ദുർഗേച്ചി ജീവൻ എടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് വരെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഡോക്ടർ. ഡോക്ടർ, പ്രിയയ്ക്ക് സ്വന്തം ജീവനേക്കാൾ വലുതാ അവളുടെ സഹോദരനും കുടുംബവും. ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറയണ്ട. രണ്ടു കുഞ്ഞുങ്ങളും ഈ മുറിയിലല്ലേ ഉണ്ടാവുക. ദുർഗേച്ചിക്ക് ബോധം തെളിയുമ്പോൾ തൽക്കാലം അവർ ഞങ്ങളുടെ കുഞ്ഞിനെ കാണട്ടെ. ബോധം തെളിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞോളാം. നിങ്ങളൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ എത്തിക്സ് വിട്ടും ഞാനും ഒന്നും ചെയ്യാറില്ല.
ഇതിപ്പോ ദുർഗയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്നതൊരു ത്യാഗമായി കണ്ട് ഞാൻ ചില കാര്യങ്ങൾ കണ്ടില്ലാന്ന് നടിക്കാം. ബട്ട് ഹോസ്പിറ്റൽ ഫയലിൽ ദുർഗ പ്രസവിച്ചത് പെൺകുഞ്ഞും പ്രിയ പ്രസവിച്ചത് ആൺകുഞ്ഞും തന്നെയായിരിക്കും. ദുർഗേച്ചി എപ്പോ വേണമെങ്കിലും ഉണരാം. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുടനെ വേണം. ദുർഗേച്ചി ഉണരുമ്പോ ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ ശേഷം പിന്നീടത് മാറ്റി പറഞ്ഞ ചേച്ചി അത് അംഗീകരിക്കുമോ? ഇല്ല. അപ്പോ ഡോക്ടറോട് പറഞ്ഞത്? ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയല്ലേ ഡോക്ടർക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റൂ. അതിനുശേഷം എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ലേ ചേട്ടാ. ചേട്ടൻ നമുക്കൊരു ആൺകുഞ്ഞിനെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല, ഒരു കുഞ്ഞു വേണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാനും. പക്ഷെ ദുർഗേച്ചിയുടെ കാര്യം നേരെ മറിച്ച. ചേച്ചി ആഗ്രഹിച്ചത് ദൈവം കൊടുത്തില്ലെന്ന് മാത്രമല്ല, നമുക്കത് തരികയും ചെയ്തു. ചേച്ചിക്ക് അതൊരിക്കലും സഹിക്കാനാവില്ലെന്ന് ഉറപ്പാ. ദുർഗേച്ചിയുടെ മരണത്തിന് മറ്റൊരു തരത്തിൽ നമ്മളും നമ്മുടെ കുഞ്ഞും കാരണമാവും. അത് വേണോ ചേട്ടാ? നമ്മുടെ കുഞ്ഞ് എന്നേക്കും അവരുടെ മകനായി വളരട്ടെ. അവരുടെ മകളെ നമുക്കും വളർത്താം. എന്താ ചേട്ടാ, ഞാനെടുത്ത ഈ തീരുമാനം തെറ്റായി പോയോ? ഇല്ല പ്രിയ, സ്വന്തം കുഞ്ഞിന് ദാനം കൊടുത്ത് നീ ദുർഗേച്ചിയുടെ ജീവനും നിന്റെ സഹോദരന്റെ ജീവിതവുമാണ് തിരിച്ചു പിടിക്കുന്നത്. എന്നെ ഞാനാക്കിയ നിങ്ങളുടെ കുടുംബത്തോട് എനിക്കുള്ള കടപ്പാട് വെച്ച് എൻ്റെ ഭാര്യ ഇങ്ങനൊരു മനസ്സ് കാണിക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. മതി, എനിക്കിത് കേട്ടാ മതി. രണ്ടു മക്കളും നമ്മുടെ മുമ്പിൽ തന്നെ വളരും. പിന്നെ നമുക്കെന്താ?
നമ്മുടെ മോനെ അവിടെ കൊണ്ടുപോയി കിടത്താം.